ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഗോതമ്പ് പൊടിയും മുള്ളങ്കിയും കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല വൈകുന്നേരം ഡിന്നറായിട്ടും കഴിക്കാം. ഇപ്പം ഡെയിലി ചപ്പാത്തി, ഗോതമ്പ് ദോശ ഒക്കെ കഴിക്കുന്നവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. BP, ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലതാട്ടോ ഇത്. നല്ല ടേസ്റ്റുമാണ്. അപ്പം ആദ്യം തന്നെ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 മുള്ളങ്കി എന്ന അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 2 മുള്ളങ്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ മുള്ളങ്കി നമ്മൾ കുറച്ച് അധികം തന്നെ ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ആ മുള്ളങ്കിയുടെ ചൊവയൊന്നും വരത്തില്ല. നമുക്ക് മുള്ളങ്കി എന്ന് പറഞ്ഞാൽ വിലക്കുറവുമാണ്, പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അതിൻ്റെ അകത്ത് അധികം നമ്മൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ള കാരണം ഹെൽത്തിന് ഇപ്പോൾ ഈ അലർജി ഉള്ളവർക്കൊക്കെ ഈ മുള്ളങ്കി കഴിക്കുന്നത് നല്ലതാണ്, ബ്ലഡ് ശുദ്ധീകരിക്കാനൊക്കെ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 2 മുള്ളങ്കി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് നമുക്കിതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് ഈ മുള്ളങ്കി ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് മുള്ളങ്കിക്കകത്ത് കുറച്ചധികം തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുള്ളങ്കി ഗ്രേറ്റ് ചെയ്ത് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഗോതമ്പ് പൊടി 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിരുന്നല്ലോ, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് മുളക് പൊടി കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ മുളക് പൊടിയുടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ. ഞാനിപ്പോൾ ഒരു 1/2 സ്പൂണ് മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുള്ളങ്കി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുള്ളങ്കി കൂടെ ചേർത്തിട്ട് നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുമല്ലോ, അതുപോലെ നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം. ഇതിലൊട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കരുത്. ഈ മുള്ളങ്കിക്കകത്ത് ധാരാളം വെള്ളത്തിൻ്റെ അംശമുള്ള കാരണം നമ്മളിത് മിക്സ് ചെയ്യും തോറും അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. ആ വെള്ളം തന്നെ മതി നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ മുള്ളങ്കി കൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുവാണ്. വേണമെന്ന് തോന്നുവാണെങ്കിൽ ഇച്ചിരി വെള്ളം, ഒരു തരി വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. ഇതുപോലെ നമ്മൾ ചപ്പാത്തിയുടെ മാവ് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തു. ഇനി കുറച്ച് നേരം ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മാവ് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കാം. ഇത് കണ്ട മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ഇതിലേക്ക്. വേണമെങ്കിൽ നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. നമ്മളിപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ മാവെടുക്കാം. മാവ് കുറച്ച് കൂടുതലെടുക്കണം, ചപ്പാത്തിയേക്കാളും കുറച്ച് കൂടുതൽ. അധികം കനം കുറച്ചല്ല, കുറച്ചൊരു കനത്തിൽ നമ്മളിതൊന്ന് പരത്തിയെടുക്കണം. സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ നല്ല ഈസി ആയിട്ട് നമുക്കിത് പരത്തിയെടുക്കാവുന്നതാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചപ്പാത്തി ഒന്ന് തയ്യാറാക്കി നോക്കണേ. ചിലയിടത്തൊക്കെ ഇതിന് മുള്ളങ്കി പൊറോട്ട എന്നും പറയും, നമുക്ക് ചപ്പാത്തി എന്നും പറയാം, പൊറോട്ട എന്നും പറയാം. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ മുള്ളങ്കിയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ. ഞാനിപ്പം ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇത് പാനൊന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഒരു സൈഡ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് മറ്റേ സൈഡ് കൂടെ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയോ നെയ്യോ തൂത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഇച്ചിരി ബട്ടർ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ മുള്ളങ്കി ചപ്പാത്തി അതിൻ്റെ ആ ബട്ടറും കൂടെ തേച്ച് കഴിയുമ്പോൾ ആ ഒരു സ്മെല്ലും ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ മറിച്ചിട്ട് 2 സൈഡിലും കുറേശ്ശെ ബട്ടർ ഇതുപോലെ തൂത്ത് കൊടുത്തിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് നമ്മളൊന്ന് ചപ്പാത്തിയൊക്കെ നമ്മൾ ചുട്ടെടുക്കുമല്ലോ, അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉള്ളിലുള്ള ആ മുള്ളങ്കിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് എല്ലാം നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. ഇത് കണ്ടോ, ഇതുപോലെ മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ ചപ്പാത്തി ചൂടുന്ന പോലെ ചുട്ടെടുത്താൽ മതി. അടിപൊളിയായിട്ടുള്ള നമ്മുടെ മുള്ളങ്കി പൊറോട്ട അല്ലെങ്കിൽ മുള്ളങ്കി ചപ്പാത്തി എന്നൊക്കെ പറയാം. കർണാടകയിൽ ഇത് ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ് മുള്ളങ്കി ചപ്പാത്തി. പിന്നെ അതുപോലെ തന്നെ മുള്ളങ്കി പൊറോട്ടയും തയ്യാറാക്കും. നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ ചപ്പാത്തി തയ്യാറാക്കാൻ നേരത്ത് ഇതുപോലെ മുള്ളങ്കി ചപ്പാത്തി ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്തെങ്കിലും ഇച്ചിരി ചമ്മന്തിയോ ഒരു തോരനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി നമുക്കതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അതുമല്ല ഒന്നും സൈഡായിട്ടില്ലെങ്കിലും ഒരു ഗ്ലാസ് ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇച്ചിരി ബട്ടർ കൂടെ ചേർത്ത് നമ്മൾ ഈ ചപ്പാത്തി തയ്യാറാക്കുന്ന നല്ലൊരു ഫ്ലേവറും നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുള്ളങ്കി ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു വീഡിയോയിൽ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷുമായിട്ട് വരാം.